ഹായ്, അപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ടിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞാനും ഷിയയും കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഷിയ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ പോവുക കേട്ടോ. ഷിയ കാർ ഇറക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. സക്കറിയ ബസ്സാറിൽ അവിടെ നിന്ന് വേണം പിക്ക് ചെയ്യാനായിട്ട്. അപ്പൊ സക്കറിയ ബസ്സാർ എന്തുമില്ലേ, ഒരു അനക്കം ഇല്ല. നോക്കിയ പെരുന്നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ശൂന്യത. ശൂന്യതയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരിയെ നമ്മൾ എയർപോർട്ടിലാക്കാനാണ് പോകുന്നത്. പുള്ളിക്കാരി ഫ്രാൻസുകാരിയാണ് കേട്ടോ, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അരൂർ എത്തിയിട്ടുണ്ട്. നല്ല ശൂന്യമായിട്ട് കിടക്കുന്ന റോഡാണ്. അധികം ആരും ഇല്ല, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ശൂന്യത. അപ്പോൾ പുള്ളിക്കാരി എന്തോ മെയിൽ അയക്കും എങ്ങാണ്ടാണ് പിന്നെ പുറകിലിരുന്ന്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ ലൈറ്റായിട്ട് വെച്ചിട്ടാണ് പോകുന്നത്. ഒരുപാട് സൗണ്ടൊന്നും പുള്ളിക്കാരിക്ക് പറ്റത്തില്ല, തലവേദന ആയതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ പാട്ടൊക്കെ വെച്ച്, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എയർപോർട്ട് എത്തി. അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വഴി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ അത്താണി അൽഡ്രീമിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കും. പുള്ളിക്കാരി എയർപോർട്ടിനകത്തുനിന്ന് ഫുഡ് കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പോകുവാണ്. ബൈ. അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ ഫ്രണ്ടിനെ കൊണ്ട് വിട്ടിട്ട് നമ്മള് അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഭയങ്കര ടയർഡ്, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ടയർഡ്. അപ്പം നമ്മളൊന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കണം. അപ്പം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ തോന്നുന്നു നിങ്ങൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് പൈസയൊക്കെ തന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എന്ത് ചെയ്യാനാ, അവരുടെ സന്തോഷത്തിന് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കട്ടെ. അവർ ബിരിയാണി കഴിച്ചോളാന്ന് പറഞ്ഞു. എയർപോർട്ടിനകത്തുനിന്ന് ഫിഷ് ബിരിയാണി അല്ലെങ്കിൽ മട്ടൻ ബിരിയാണി ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇവിടെ അത്താണി ആൽഡ്രീം അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല വെയിലുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വെച്ച് നമുക്കൊരു ചെക്കിങ് കിട്ടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ടെടുപ്പൊക്കെ വരുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ അൽഡ്രീം മന്തി കഴിക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. വെരി നൈസ് ഫുഡാണ് ഇവിടുത്തെ, നല്ല ടേസ്റ്റി, വെരി ടേസ്റ്റി. ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷ് അതങ്ങനെയാണല്ലോ, നമ്മളങ്ങനെ ഒരു ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ നേരത്ത് ആ ഒരു ഇംഗ്ലീഷ് മാത്രമേ വരത്തുള്ളൂ. കയറിയപ്പോൾ തുടങ്ങിയ ഇംഗ്ലീഷാണ്. അപ്പം നമുക്ക് അൽഡ്രീമിൽ ഫുഡ് കഴിക്കാം. ഇവിടെ ഷിയ പാർക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ ഇത് വേണം, ഇത് വേണം. എടുത്തോ, വീഡിയോ എടുത്തോ.
അത്താണിയിലുള്ള ആളുകളെയും നീ ഞാൻ എന്റെ പീസ് അവർക്ക് കൊടുത്തു. വെള്ളച്ചമ്മന്തി, അയ്യോടെ What a beautiful month. അൽറീമിലുള്ള അത്താനിലെ മന്തി എല്ലാവരും വന്ന് കഴിക്കുക. സലാഡ് തീർന്നിട്ട് ഞാൻ അടുത്തോളൂ. കൊള്ളാവും, വെരി ടേസ്റ്റ്. ഇനി കഴിച്ചിട്ട് വരാം. ഞാൻ ആദ്യം അവളുടെ പീസ് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് ഇത് പിന്നെ വേറെ പുതിയ പീസ് എടുത്തു കഴിച്ചിട്ട് വരാല്ലേ. ഒരു തുള്ളിപ്പോൾ പോകേണ്ടത് കുടിക്കാം. എനിക്ക് തോന്നി ഇനി അങ്ങനെ എനിക്ക് കുടിക്കാൻ പോണത്. ഇളയ ഒരു രക്ഷയില്ലാതെ തളർന്ന് ഒടിഞ്ഞു കുത്തിനെ ഉറക്കം വരുന്നത് ഈ മൂലക്കൊരു പാവ കൊടുത്ത് ആ ലെവലായി. എനിക്കും വയ്യ, എനിക്കും ഭയങ്കര. പക്ഷെ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് വണ്ടി ഓടിക്കേണ്ട കാര്യമാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നും അടുത്തിട്ടൊക്കെ മന്തി നമുക്ക് പോകാം. ഇവിടെ ഒരു പായം തലങ്ങണി കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നമ്മുടെ താണി അവിടെ വന്നിട്ടുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നൈസായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പോകുവാണ്. ഷിയാക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷിയ വണ്ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ടല്ലോ, വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നല്ല ഉറക്ഷീണമുണ്ട്, ഒരു രക്ഷയില്ലാത്ത ഉറക്ഷീണം. എന്താ മോനെ എന്തിട്ട് തേനീച്ചയാ? വാ, നമ്മുടെ കാറിൽ തേനീച്ച കൂടുണ്ടാക്കിയിരിക്കുന്നു. തേൻ എടുക്കാം, നമുക്ക് ഇടക്കിടക്ക് തേൻ കുടിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ് ഇനി നേരെ വീട്ടിലേക്ക്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണ്. ഓക്കെ, എടാ നമ്മുടെ ഇവിടെ ഇതാക്കുന്ന സാധനം
ഓക്കെ ബൈ. ആലുവ പുഴയുടെ തീരത്തെ ആരോരും ഇല്ല നേരത്തെ തന്നനം തേടുന്നീ കമറേ മാർഗഴി താന്തോന്നിക്കാറ്റേ. അപ്പൊ കഴിച്ചേ നമ്മള് നമ്മുടെ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ എത്തിയിട്ടില്ല, കണിച്ചുകുളങ്ങര കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിന്റെ ചാർജ് തീരാറായി. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇനി തുടർന്ന് വീഡിയോ എടുക്കുന്നുണ്ടോ എന്ത് ക്ലാരിറ്റി നമുക്ക് വീട്ടിൽ പോയിട്ടാണെങ്കിലും ഫിനിഷ് ചെയ്യാം. അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ലൈറ്റ് ഇതൊക്കെ കുറച്ചിട്ടിരിക്കുക, ബ്രൈറ്റ്നസ് ഒക്കെ.